പിന്നീട് വിദേശത്തെത്തിയപ്പോൾ ഭരത്മുരളി നാടകോത്സവം ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന, കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ നാടകോത്സവമാണ്. ആ നാടകത്തിൽ 2011 മുതൽ ഇങ്ങോട്ട് നിരന്തരം ഏറ്റവും നല്ല മേക്കപ്പ് മാനായിട്ടുള്ള അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഷാർജ നടത്തുന്ന നാടക മത്സരത്തിലും അലൈൻ നടത്തുന്ന തെരുവ് നാടക മത്സരം, അതുപോലെ മലയാളി സമാജം അബുദാബി അവർ നടത്തുന്ന നാടക മത്സരത്തിലും ഗോൾഡ് മെഡൽ അടക്കം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത നാടക മേക്കമാനും ചിത്രകാരനും ശില്പിയുമായ ക്ലിൻറ്റു പവിത്രനാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഏതൊക്കെ മേഖലയിലാണ് സാറ്? ചിത്രകല, ശില്പകല, അഭിനയം, അതുപോലെ സംവിധാനം, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെയാണ് പറഞ്ഞത്. സാറിൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ യാത്രക്കടുത്ത് അരിക്കമ്പള്ളി എന്ന് പറയുന്നത്. സാറ് എന്തൊക്കെയാണ് കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ ഈ ചിത്രകലയിൽ 4 വർഷത്തെ, അതായത് ഡിപ്ലോമ നേടിയിട്ടുണ്ട്. പിന്നീട് ഒരു പരസ്യ സ്ഥാപനം നടത്തുകയും അതുപോലെ തന്നെ ചിത്രകല അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഈ മേക്കപ്പ് സ്വന്തമായിട്ട് ചെയ്യുകയും അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് അത് ഇന്നിപ്പം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി, മേക്കപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ മേക്കപ്പിൽ സാറിന് ഗുരുവായിട്ട് അങ്ങനെ ഗുരുവായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇതില്ല. കുറച്ച് കാലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നീലശ്ശേരത്തുള്ള ദേവൻ പാൽ, അതുപോലെ 500 ഒരു ഗോപിയായിട്ട്, പിന്നെ രാജു ഓർപ്പെ എന്ന് പറയുന്ന മനീഷ കൊയിലാളിൻ്റെ ബോളിവുഡ് മേക്കപ്പ് മാൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സ്വയമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സാറ് വിദേശ രാജ്യങ്ങൾക്ക് പോയിട്ട് നാടകങ്ങൾക്കും മറ്റു പ്രോഗ്രാമുകൾക്കൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ, അതായത് UAE മൊത്തം അജ്മാനായാലും ഷാർജ, റാസൽ ഖൈമ, അതുപോലെ ദുബായ്, അബുദാബി, അലൈൻ എന്നിവിടങ്ങളിലൊക്കെ തന്നെ എല്ലാ ട്രൂപ്പിനും മേക്കപ്പ് ചെയ്യാറുണ്ട് നാടകത്തിന് വേണ്ടി. അതുപോലെ 1-2 സിനിമക്കും അവിടുന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സിനിമയിലാണ് സാർ ചെയ്തിരിക്കുന്നത്? ഒന്ന് ജിമ്മി യുടെ ഐശ്വര്യം, അതുപോലെ തന്നെ ഒരു ശ്രീലങ്കൻ സുന്ദരി, പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു ഇത് ചെയ്തായിരുന്നു. അത് MJ രാധാകൃഷ്ണനായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള പിന്നെ ഒരുപാട് ബസ് ചിത്രങ്ങളും നാട്ടിന് കുറച്ച് പ്രമോദ് വൈനൊക്കെ ചെയ്യുന്ന കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനമാണ്. അപ്പോൾ നാട്ടിനകമാണ് നാടകം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നാടക ദിന ആശംസകൾ നേരുന്നു. ആദ്യമേ പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതഗന്ധിയായിട്ടുള്ള, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ഒരു ചാട്ടുളി പോലെ വേദിയിൽ അവതരിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോഴാണ്, അത് കൺവേ ചെയ്യുമ്പോഴാണ് ആ കല പൂർണ്ണമാകുന്നത്. അപ്പോൾ വളരെ അർത്ഥവത്തമായ എല്ലാ കലകളും, സകല കലകളും സമഞ്ജസമായിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു തിയേറ്റർ, അതായത് കലയാണ് നാടകം. എല്ലാത്തിലും അങ്ങനെയില്ല. ഇതിൽ എല്ലാം ഉണ്ട്. ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, സംഗീതമുണ്ട്, അഭിനയമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് സാറിന് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനും പറ്റും അല്ലേ? അതുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ വെളിച്ചം ടെക്നിക്കൽ സൈഡാണ്. അതിൻ്റെ ദീപവിധാനത്തെക്കുറിച്ച് എനിക്ക് അത്ര വശമില്ല. പക്ഷെ എങ്കിലും കലാസംവിധാനം, അതായത് രംഗപടം, അത് ചിത്രകല പഠിച്ചതുകൊണ്ട്, അതുപോലെ സമയം, അതുപോലെ തന്നെ രംഗവസ്തു നിർമ്മാണം, പ്രോപ്പർട്ടീസ്, അത് വളരെ പ്രധാനമാണ്. അതൊക്കെ നിർമ്മിക്കാറുണ്ട്. അതുപോലെ ചില നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്, ചിലത് സംവിധാനം ചെയ്യാറുണ്ട്. പക്ഷെ രചന, അതുപോലെ ഈ പറയുന്ന ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ചെയ്യാൻ സാധിക്കും. സാറിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. എന്തൊക്കെ അവാർഡുകളാണ് സാറിന് കിട്ടിയിരിക്കുന്നത്? ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പേ തൃക്കരിപ്പൂർ ഫൈനാൻസ് KMK അവർ നടത്തിയതിൽ ഏറ്റവും മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായി തരുന്നത്. അതുപോലെ അരോളി ശാന്തിപ്രഭ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 89 സമയത്ത് ഈ കേരളോത്സവത്തിൽ, യുവജനമേളയിൽ, ഇപ്പോൾ കേരളോത്സവം, പണ്ട് യുവജനമേള എന്നാണ് പേര്. ആ പേരിൽ ഫാൻസി ഡ്രസ്സിനൊക്കെ പഞ്ചായത്ത് തലത്തിൽ
ബ്ലോക്ക് തലത്തിൽ, അവിടുന്ന് ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ അവിടം വരെ ഒന്നാം സ്ഥാനം നേടുകയും പിന്നെ കേരളത്തിലുടനീളം ആളുകൾ വിളിക്കുകയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് നമ്മൾ ഈ ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് കാൽപാദം മുതൽ നമ്മൾ തലമുടി വരെ മേക്കപ്പ് ചെയ്ത ആളുകളെ മാറ്റേണ്ടതാണ്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് നാടകത്തിനും ഗുണമായി വന്നിട്ടുള്ളത്. ഒരുപാട് വൈവിധ്യങ്ങളായ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് വിദേശത്തെത്തിയപ്പോൾ ഭരത്മുരളി നാടകോത്സവം ഇന്ത്യക്ക് വെളിയിൽ നടക്കുന്ന, കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ നാടകോത്സവമാണ്. ആ നാടകത്തിൽ 2011 മുതൽ ഇങ്ങോട്ട് നിരന്തരം ഏറ്റവും നല്ല മേക്കപ്പ് മാൻ ആയിട്ടുള്ള അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഷാർജ നടത്തുന്ന നാടക മത്സരത്തിലും അലയിൽ നടത്തുന്ന തെരുവ് നാടക മത്സരം, അതുപോലെ മലയാളി സമാജം അബുദാബി അവർ നടത്തുന്ന നാടക മത്സരത്തിലും ഗോൾഡ് മെഡൽ അടക്കം ഒരുപാട് അവാർഡുകൾ നേടുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-15 അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 10-22 രാജ്യങ്ങളുടെ അടിയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ 3 വർഷമായി ഗ്ലോബൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് LNB നാടക വാർത്തകൾ നൽകിയ ഗ്ലോബൽ തിയേറ്റർ പുരസ്കാരം നാടകത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ്. ബിഹൈൻഡ് ദ കർട്ടൻ കണ്ണൂർ അവർ തന്നിട്ടുള്ള കലാശ്രീ, കലാരംഗത്തുള്ള പ്രവർത്തനങ്ങൾ കലാശ്രീ പുരസ്കാരം അത് ഇന്ന് കലാശ്രീയിൽ വെച്ച് RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിട്ട് MV ജിൻ, TV രാജേഷ് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അത് ഏറ്റുവാങ്ങാൻ പോകുക. ഞാൻ സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടു, സാറ് ഒരു അറബിക്കൊക്കെ കിട്ടുന്ന ഒരു സംഭവം കിട്ടുന്നതൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതൊക്കെ സാറ് പഠിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ എല്ലാ ക്യാരക്ടറും പഠിക്കണം. ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെ തന്നെയാണ് നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ കൊച്ചു കുട്ടികൾ ചോറും കറിയും വെച്ച് കൊടുക്കും, അതിൽ അമ്മയായിട്ടും ഉണ്ടാവും, കള്ളനായിട്ടുണ്ടാവും, പോലീസായിട്ടുണ്ടാവും. അപ്പോൾ അവർ കരികൊണ്ട് മീശ വരക്കുകയും അവിടുന്ന് തന്നെ ഡ്രാമ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ രീതിയിൽ, അതായത് ചമയത്തിൽ ഒരമ്മ ഗർഭിണിയായി ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് വെളുക്കാൻ വേണ്ടി കുങ്കുമപ്പൂ കഴിക്കുന്നു. അപ്പോൾ ആടുന്ന് മുതൽ ഈ സൗന്ദര്യബോധം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞായി ജനിച്ചു കഴിഞ്ഞാൽ കണ്ണെഴുതുന്നു, പൊട്ടെഴുതുന്നു. അപ്പോൾ അവിടുന്ന് മുതൽ മേക്കപ്പിൻ്റെ ഇത് തുടങ്ങുന്നുണ്ട്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ പോലീസ്, പട്ടാളം അങ്ങനെയൊക്കെയുള്ള യൂണിഫോം ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കുകയും അത് ഇപ്പോൾ അറബിയാണ്, അറബിയിലെ തലയെക്കെട്ട് നമ്മൾ പഠിക്കണം. ഇവിടുത്തെ മറ്റേ ഹാജിയാറാണെങ്കിലും വല്ലാക്കന്മാരാണെങ്കിലും അവരുടെ ഇത്. അപ്പോൾ അത് പല രീതിയിൽ എല്ലാ കഥാപാത്രങ്ങളും നമ്മൾ പഠിക്കുകയും അത് ഹോംവർക്ക് ചെയ്യുകയും ഒബ്സർവേഷനാണ് പ്രധാനം. നാടകമായാലും ഫോട്ടോഗ്രാഫി ആയാലും അതിൽ ഒബ്സർവേഷൻ വളരെ ഇതാണ്. ശരിക്കും സാറിന് ഈ മേക്കപ്പിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ സാറിന് മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെ നിങ്ങൾ ചെയ്തത്? അത് ഒത്തിരി ഉണ്ട്, അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏറ്റവും വിഷമം പിടിച്ച വിഷമം ഉണ്ടാക്കുന്നത് നമ്മൾ കുറേ മുടിയുള്ള ഒരാളിനും മുട്ട, അതായത് ബൾഡ് ഹെഡ് മുട്ട ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. ഈ ഒട്ടിച്ചത് അറിയാനും പാടില്ല, പക്ഷേ ക്ലിയർ ആയിട്ട് ഷേവ് ചെയ്ത പോലെ നമുക്ക് തോന്നേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ തീർത്ഥശില എന്ന് പറഞ്ഞൊരു നാടകം ടിക്കറ്റ് വെച്ച് നെരുവമ്പ്രം നാടകവേദിയിൽ ശ്രീസ്ഥ ഗ്രാമീണ കലാസമിതി. അപ്പോൾ ആ നാടകത്തിൽ മെയിൻ നടൻ മുട്ടയടിക്കാൻ തയ്യാറായില്ല, ബാക്കി എല്ലാവരും മുട്ടയടിച്ചു. അപ്പോൾ ഈ മെയിൻ നടൻ നമ്മൾ മേക്കപ്പ് ചെയ്തുണ്ടാക്കുക തന്നെ വേണം. പക്ഷെ സ്റ്റേജിൽ ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകന് എല്ലാം മേക്കപ്പ് ചെയ്തതും ചെയ്യാത്തതും ഒരുപോലെ തോന്നി. അത് വളരെ അപ്രിഷിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വർക്കാണ്. സിനിമാ നടനായിട്ടുള്ള ദേശമംഗല രാമവർമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് ഫിലിം ചെയ്യുന്ന അതിനൊക്കെയാണ് എത്രയോ മുകളിൽ, അത്രയും നല്ല മേക്കപ്പായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സംവിധായകനായിട്ടുള്ള KP ഗോപാലട്ടൻ നിനക്കിതിൽ 100 മാർക്ക് തരുന്നു എന്ന് പറയുന്ന അത്രയും നല്ല ഇതുണ്ടായിരുന്നു. അതൊരു വലിയൊരു അവാർഡാണ്. അതെ, വലിയൊരു അവാർഡാണ്. കാരണം അത് റിയൽ ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കുറേ സ്ഥലത്ത് മേക്കപ്പ് ചെയ്തപ്പോൾ അത് മാസ്ക് ആണെന്ന് പറഞ്ഞ് ജഡ്ജിന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് മാസ്ക് അല്ലേ എന്ന് പറയുന്നിടത്തേക്ക് അത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മേക്കപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് അനുഭവം തന്നെയാണ്, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ആവാഹിക്കുക, അതായത് നമുക്കൊരു പ്രേതബാധ കൂടുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവുന്നത്. ഒരു വടകരയിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ മന്ദരോഗിയെ ആയി ഉണ്ടാക്കിയപ്പോൾ ആ കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ക്ഷീണം വന്നു, ബോധക്ഷയം വന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പറഞ്ഞ് ഇത് കഥാപാത്രം കയറി ചെയ്തതാണെന്നാണ് പറയുന്നത്. അതാണ് പരകായ പ്രവേശം. ഈ പരകായ പ്രവേശം കൊണ്ടാണ് ഈ നടന്മാരൊക്കെ സ്റ്റേജിൽ കഥാപാത്രമായിട്ട് നിറഞ്ഞാടുന്നത്. എന്തായാലും ഈ ഒരു നാടക ദിനത്തിൽ സാറിനെ പോലത്തെ ഒരു കലാകാരനെ പരിചയപ്പെടാൻ ഏറെ സന്തോഷം. ഇനിയും സാറിന് ഒരുപാട് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ അവസരം ഉണ്ടാവട്ടെ എന്ന്
ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്കും താങ്കളുടെ ഈ ഇതിൽ രണ്ടു വാക്ക് പറയാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നാടകദിന ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു സാർ.